നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് ഇനി നിങ്ങളുടെ സ്നേഹം മാത്രം മതി, നിങ്ങളെ ഉപേക്ഷിക്കുവാനാവില്ല. ഇതിന്റെ കാരണം ഈ വായനയിൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഊർജം വെച്ചിട്ടാണ് ഈ വായന നമ്മൾ നടത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്, ഇന്നത്തെ വായനയിൽ വളരെയധികം വൈകാരികമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ വ്യക്തിയെ കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളെ. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നല്ലൊരു കാമുകനെയോ കാമുകിയെയോ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിസ്സാരമായി നമുക്കിവിടെ കാണാൻ കഴിയില്ല. വളരെ ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത്രയും അധികം മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പലവരും കൈവിട്ടു, പലവരും ഈ വ്യക്തിയെ മാറ്റി നിർത്തി, അവഗണിച്ചു, കുറ്റപ്പെടുത്തി, പല നഷ്ടങ്ങളും സംഭവിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കടന്നുവരവ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങൾ വന്ന ആ ഒരു സമയം, അതിനെയാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ സാഹചര്യം, നിങ്ങൾ വന്നു കയറിയ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മുതൽ തൊട്ട് തന്നെ വളരെയധികം മാറ്റമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഇടക്കാലത്ത് വെച്ചിട്ട് ഈ വ്യക്തിയുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, അത് തീർത്തും അങ്ങേയറ്റം മണ്ടത്തരമായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്, പഴയ കാലത്ത് എപ്പോഴൊക്കെയോ ചെയ്തു പോയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇരുവരും കണ്ടുമുട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ രണ്ടാം വിവാഹമോ അല്ലെങ്കിൽ പ്രണയമോ, ഒരുപാട് ചീറ്റിംഗ് ഊർജം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും സ്നേഹപരമായിട്ടും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവുമായി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ പേഴ്സണെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളെ പലപ്പോഴും ഈ വ്യക്തിക്ക് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം പോലും ചുറ്റിനുമുള്ളവരെ നല്ല രീതിയിൽ അസൂയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് ഊർജം അവരിൽ നിന്നും വരുന്നതായി നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി അവസ്ഥകൾ വന്നുപെട്ടിട്ടുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി അവസ്ഥ എന്ന് പറയുന്നത് ആദ്യമൊക്കെ നിസ്സാരമായി തോന്നിയെങ്കിൽ പോലും അത് പിന്നീട് പടർന്ന് പന്തലിച്ച് വലിയൊരു കൂറ്റൻ വൃക്ഷമായി മാറിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇത് കുറച്ച് കാലഘട്ടമായിട്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം കുറച്ച് നെഗറ്റീവ് അവസ്ഥയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലചക്രം കുറച്ച് പ്രതികൂലമായി തിരിയുന്നു. അനാവശ്യമായിട്ടുള്ള വഴക്കുകളും വാശിയും വൈരാഗ്യവും വരുന്നു. തെറ്റിദ്ധാരണകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നു. തുറന്നുള്ള സംസാരങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് വരുന്നില്ല. എപ്പോഴും നേരിട്ട് കാണണം, തുറന്നുള്ള സംസാരം വേണമെന്ന് വിചാരിച്ചാൽ പോലും നേരിട്ട് കാണാൻ പറ്റാതെ രണ്ടുപേരും കുറച്ചും കൂടെ അകലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നു. ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല എന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ രണ്ട് സ്ഥലങ്ങളിലായി, രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അകൽച്ചയും ഒരു വശം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും തോറും അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കാതെ പഴയ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് കെട്ടിക്കൊണ്ട്
പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും പഴയത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും തോറും അതിൻ്റെ ഊർജം ഉയർന്ന തലത്തിലേക്ക് വരുന്നതുമായിട്ടാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ പറഞ്ഞു തീർക്കാനായിട്ടുണ്ട്. അതൊന്നും രണ്ട് കാര്യങ്ങളല്ല, ഒരു കൂട്ടം കാര്യങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും ഈ ബന്ധത്തിൽ നിന്നും വേർപിരിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു പല ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ രണ്ടുപേരെയും വേറെ വഴിയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ആകർഷിച്ചു പോകാതെ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഒരു മാനിഫെസ്റ്റേഷനായി നിങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇതിലേതോ ഒരു വ്യക്തി വളരെയധികം സാമ്പത്തിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അത് തീർത്തും ഒരു മോശപ്പെട്ട കർമ്മം അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് അനുഭവിക്കേണ്ട രീതിയിലുള്ള എന്തെങ്കിലും മോശപ്പെട്ട ഒരു തിരിച്ചടിയായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിലേക്ക് മുഴുവനായി ചോർന്നൊലിച്ച് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇതിലേതോ ഒരു വ്യക്തി അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടും ആ അവസ്ഥയെ മറികടക്കുന്നതായിട്ടും കാണിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. അത് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നല്ല, നിങ്ങൾക്കിടയിൽ വേറെ ആരോ വന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ നിങ്ങളെയോ ചീറ്റ് ചെയ്തു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുമിത്രാദികളോ ആയിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രധാന പങ്കുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള സംഭാഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നു. ഇവിടെ ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ വളരെയധികം ബ്ലോക്കിംഗ് അവസ്ഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്കിടയിൽ സന്തോഷപൂർവമായിട്ടുള്ള സായാഹ്നങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന ഒരവസ്ഥ. രണ്ടു പേർക്കും ഇപ്പോൾ ജീവിതമാകുന്ന ഈ ഒരു സായാഹ്നത്തിൽ സമാധാനമായിട്ടിരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം എവിടെ ഇരുന്നാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര പഴയകാല ഓർമ്മകളാണ് അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്രാവശ്യം വേർപിരിയാൻ നോക്കി, പരസ്പര ധാരണയോടുകൂടി പിരിയാൻ നോക്കി. കുറേ നാൾ മിണ്ടാതിരുന്നു, അകന്നു കഴിഞ്ഞു, മെസ്സേജ് ഇല്ലായിരുന്നു, കോൺവെർസേഷൻ ഇല്ലായിരുന്നു, യാതൊരു തരത്തിലുമുള്ള കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? നിങ്ങൾ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു പോയി. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രീതിയിലുള്ള ഒരു കർമ്മബന്ധമായിട്ടാണ് കാണിക്കുന്നത്. പലതരത്തിലുള്ള കർമ്മബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഒരു കർമ്മബന്ധമായിട്ടാണ് നമുക്ക് ഇന്നത്തെ വായനയിലൂടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തീർത്തും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ളൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും മുജ്ജന്മ കടമോ കർമ്മ സംബന്ധമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കി കിടക്കുന്നുണ്ടാകാം. അത് പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാകുന്നില്ല, ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചും. പക്ഷെ ഇതിൽ ഒരു വ്യക്തി വളരെയധികം എക്സ്പ്രസീവാണ്. നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും. പക്ഷെ മറ്റൊരു വ്യക്തിയാണെങ്കിലോ ഒരു അടഞ്ഞ പുസ്തകം പോലെയാണ്. എല്ലാം മനസ്സിൽ ഒളിപ്പിക്കും, എന്തു തന്നെയാണെങ്കിലും മനസ്സിൽ സൂക്ഷിക്കും, പുറമേ ഒന്നും തന്നെ വരികയില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം ചേർച്ചയുള്ള രണ്ട് വ്യക്തികളായി കാണിക്കുന്നു. ഇതൊക്കെയാണ് നമുക്കിതിൽ നിന്നും ഇന്നത്തെ വായനയിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നിറവുണ്ടാകട്ടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.